നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന ഗ്രൂപ്പിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ ഇന്ന് ജോർദാനെതിരെ കളിക്കുന്നുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ രാവിലെ ഇന്ത്യൻ സമയം 7:30 ആ കളി നടക്കുന്നത്. എന്തായാലും ഓൾറെഡി റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കുകയും എതിരാളികൾ ആരാണെന്ന് തീരുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് അർജന്റീന ഒരു രണ്ടാം നിര ടീമിനെയാണ് ഇന്ന് കളിക്കളത്തിലേക്ക് ഇറക്കുക. എമി മാർട്ടിനസ് മാത്രമാണ് പ്രധാനപ്പെട്ടൊരു താരം ഇന്ന് എന്തായാലും കളിക്കണം എന്നാവശ്യപ്പെട്ട് ഇറങ്ങിയിട്ടുള്ളത്. മെസ്സിയും ഇന്ന് കളിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്രമായിരിക്കും എന്ന് കോച്ച് ലയണൽ സ്കലോനി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് 39 വയസ്സുള്ള മെസ്സിയെ ഇങ്ങനെ വിശ്രമം കൊടുക്കാതെ ഇന്ന് കുറച്ച് സമയമെങ്കിലും കളിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതായത് മെസ്സിയാണല്ലോ ഇപ്പോൾ 5 ഗോളുകളുമായിട്ട് ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ 1-ാം സ്ഥാനം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കളിച്ചിട്ട് ജോർദാനെ പോലെയുള്ളൊരു ദുർബല ടീമിനെതിരെ കളിച്ചിട്ട് ഗോളുകൾ അടിച്ചിട്ട് തൻ്റെ ടോപ്പ് സ്കോറർ പട്ടം ഉറപ്പിക്കുക എന്നതല്ല മെസ്സിയുടെ ലക്ഷ്യം. അത്തരത്തിലാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. മറിച്ച് ലയണൽ മെസ്സിക്ക് തൻ്റെ ഫിറ്റ്നസ്സും റിതവും നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മത്സരം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് മെസ്സി ഇന്ന് കളിച്ചില്ല എങ്കിൽ പിന്നെ അടുത്ത കളി വരുന്നത് ജൂലൈ 4-നാണ്. അപ്പോൾ കഴിഞ്ഞ കളി നമുക്കറിയാം, അത് ജൂൺ 22-നാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെസ്സി ഇന്ന് കളിച്ചില്ലെങ്കിൽ 11 ദിവസം കളിക്കാതിരിക്കുക എന്നൊരു സ്ഥിതിവിശേഷം വരും. അത് 39 വയസ്സുള്ള ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഗെയിം റിതവും മറ്റുമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പം മെസ്സിയെ സംബന്ധിച്ചിടത്തോളം 11 ഡേയ്സ് ഗ്യാപ്പ് ഒരു 2 മാച്ചുകൾക്കിടയിൽ വരുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ മത്സരം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കളിയിൽ നിരവധി ചേഞ്ചസ് ഉണ്ടായിരിക്കും. അത് ഗോൾ കീപ്പ് മാറിയില്ലെങ്കിലും ഡിഫൻസിൽ മാറ്റങ്ങളുണ്ട്, മധ്യനിരയിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. മുന്നേറ്റത്തിൽ ഹുലിയൻ അൽവാരസ് ആണ് കൺഫേംഡ് ആയിട്ടുള്ളത്. ലൗട്രോ അല്ലെങ്കിൽ നിക്കോ പാസോ കൂടെ ഉണ്ടാകും. മെസ്സി രണ്ടാം പകുതിയിൽ കുറച്ച് മിനിറ്റുകൾ കളിക്കുമെന്ന് കോച്ച് കൺഫേംഡ് ആക്കിയിട്ടുണ്ട്. അർജന്റീനയുടെ പ്ലേയിങ് 11 എങ്ങനെ എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.